നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പടിയിറക്കം എപ്പോഴും വേദന ജനിപ്പിക്കുന്ന തന്നെയാണ്. ഇന്നിപ്പോഴിതാ അടുത്ത 16ാം നിയമസഭ തുടങ്ങിയ സാഹചര്യത്തിൽ പുതിയ സ്പീക്കർ നാളെ അധികാരമേൽക്കും. ഇന്ന് പ്രോം ടൈം സ്പീക്കറാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇതുവരെ കേരളത്തിന്റെ സ്പീക്കറായിരുന്ന AN ഷംസീർ അദ്ദേഹം ഇപ്പോഴിതാ നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസതിയായിരുന്ന സ്പീക്കറിന്റെ വസതിയായിരുന്ന നീതിയിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരം തൽക്കാലത്തേക്ക് വിടുകയാണ്. തലശ്ശേരിയിലേക്ക്, തന്റെ സ്വന്തം തട്ടകമായ തലശ്ശേരിയിലേക്കാണ് മടങ്ങുന്നത്. ഏതായാലും 44 മാസത്തെ സേവനത്തിന് ശേഷമാണ് പദവി അദ്ദേഹം ഒഴിയുന്നത്. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ പദവി ഒഴിഞ്ഞ് ഔദ്യോഗിക വസതിയായ നീതിയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. 44 മാസത്തെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം സ്പീക്കർ പദവിയിൽ നിന്നും വിടവാങ്ങുന്നത്. പദവി ഒഴിയുന്നതോടുകൂടി അനുബന്ധിച്ച് ഏറെ വികാരനിർഭരമായ നിമിഷങ്ങൾക്കും നീതി സാക്ഷിയായി എന്നുള്ളതാണ്. തന്റെ രാഷ്ട്രീയ ഗുരുവായ കോടിയേരി ബാലകൃഷ്ണന്റെ ചിത്രങ്ങളുമായാണ് അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് യാത്രയായത് എന്നുള്ളതാണ്. സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടു കൂടിയുമാണ് താൻ ഈ പദവിയിൽ ഇരുന്നതെന്നും അതിൽ നിന്ന് ഇറങ്ങുന്നതും അങ്ങനെ തന്നെയാണെന്നും AN ഷംസീർ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് അധികം നാളുകളെ, കഴിഞ്ഞ ഈ 44 മാസമായി അദ്ദേഹം വലിയ രീതിയിലൊന്നും തന്നെ കമന്റുകൾ, ഓരോ പൊളിറ്റിക്കൽ കമന്റ്സുകൾ പറഞ്ഞിരുന്നില്ല. എന്നാൽ പറഞ്ഞ പൊളിറ്റിക്കൽ കമന്റുകളാണെങ്കിൽ വല്ലാത്ത രീതിയിൽ വൈറലാകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഷംസീർ പടിയിറങ്ങുമ്പോൾ ഏറെ വൈകാരികത നിറഞ്ഞ നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം നീതിയിൽ നടന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. നാട്ടിലേക്ക് കൊണ്ടുപോകണം, അത് നാട്ടിൽ കൊണ്ടുവന്നതാണ്. ഹരി തിരുമലയുടെ ചിത്രമാണ് ഇവിടുത്തെ. പരിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്ന് ബെഡ്റൂമിലിരുന്നത്. അതെ, അതിൽ സ്വാഭാവികമായിട്ടും ഞാനെന്ന പൊതുപ്രവർത്തനം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് സഖാവ് കോടിയേരി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2 ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഒന്ന് സിറ്റിംഗ് റൂമിലും ഒന്ന് ബെഡ്റൂമിലും. അത് 2 തിരിച്ചു കൊണ്ടുപോകുന്നു.